ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാൻ ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുന്നു. ഈ മിസൈലിന് അമേരിക്കയുടെ ഹൃദയഭാഗത്ത് വരെ എത്താൻ കഴിയും. എന്താണ് ICBM? 5500 കിലോമീറ്ററിലധികം ദൂരം പറക്കാൻ ശേഷിയുള്ള ഒരു ദീർഘദൂര മിസൈലാണിത്. ആണവായുധങ്ങൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഈ മിസൈൽ. അമേരിക്ക, റഷ്യ, ചൈന, യുണൈറ്റഡ് കിങ്ഡം, ഇന്ത്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ സാങ്കേതിക വിദ്യ ഇപ്പോഴുള്ളത്. ഉത്തര കൊറിയ ICBMകൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവയുടെ ശേഷി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ പ്രത്യേക ക്ലബിൽ ചേരാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ 48 എണ്ണത്തിൽ എത്താൻ കഴിയുന്ന ഒരു മിസൈൽ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് പെട്ടെന്നുള്ള ഒരു കണ്ടെത്തലല്ല. പാകിസ്ഥാൻ്റെ ഈ ലക്ഷ്യം വർഷങ്ങളായി US രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. എന്തിനാണ് ഇസ്ലാമാബാദിന് ഇത്രയും ശക്തമായൊരായുധം? തങ്ങളുടെ ആണവ പരിധി ഇന്ത്യയെ പ്രതിരോധിക്കാനാണെന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു. എന്നാൽ US രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യത്യസ്തമായൊരു അഭിപ്രായം പങ്കുവയ്ക്കുന്നു. ഈ ICBM അമേരിക്കയെ തന്നെ തടയാനുള്ളതാണെന്ന്. പാകിസ്ഥാന് 2 പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ആണവായുധ ശേഖരത്തിനെതിരായ മുൻകരുതൽ ആക്രമണങ്ങളെ തടയുക. 2, ഭാവിയിൽ ദക്ഷിണേഷ്യയിൽ ഉണ്ടാകാവുന്ന സംഘർഷങ്ങളിൽ USൻ്റെ ഇടപെടൽ തടയുക. വാഷിങ്ടണിന് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വ്യക്തമായി അറിയാം. പാകിസ്ഥാൻ ഈ ICBM വിജയകരമായി വികസിപ്പിച്ചാൽ അത് ഒരു പുതിയ ആണവ ഭീഷണിയായി മാറും. ഈ പുരോഗതി തടയാൻ US ശ്രമിച്ചിട്ടുണ്ട്. 2024 ഡിസംബറിൽ ബാലിസ്റ്റിക് മിസൈൽ വികസനവുമായി ബന്ധപ്പെട്ട 4 പാകിസ്ഥാൻ സ്ഥാപനങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തി. ചൈനീസ് വിതരണക്കാരെ പോലും US ലക്ഷ്യമിട്ടു. കാരണം വർഷങ്ങളായി ചൈന പാകിസ്ഥാൻ്റെ മിസൈൽ ആണവ പദ്ധതികളെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു US ഉദ്യോഗസ്ഥൻ ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയിരുന്നു: ഈ ശേഷി അടിസ്ഥാനപരമായി ഞങ്ങളെ ലക്ഷ്യമിടുന്നതാണ്. ഈ പ്രവണതകൾ തുടർന്നാൽ പാകിസ്ഥാന് ദക്ഷിണേന്ത്യയ്ക്കപ്പുറം അമേരിക്കയിലെ ലക്ഷ്യങ്ങളെപ്പോലും ആക്രമിക്കാനുള്ള ശേഷി ലഭിക്കും. എന്നിട്ടും US പാകിസ്ഥാനെ സഖ്യകക്ഷിയായിട്ടാണ് കാണുന്നത്. അടുത്തിടെ പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറിനെ വൈറ്റ് ഹൗസിൽ ഊഷ്മളമായി സ്വീകരിച്ചു. കൂടിക്കാഴ്ചയെ വളരെ ഗംഭീരമെന്ന് വിശേഷിപ്പിച്ചു. പാകിസ്ഥാൻ്റെ ആണവ ശ്രദ്ധ ഇനി ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നതല്ല. അത് അമേരിക്കൻ സുരക്ഷാ താൽപ്പര്യങ്ങൾക്ക് നേരിട്ടുള്ള ഭീഷണിയാണ്. പാകിസ്ഥാൻ്റെ മിസൈലുകൾ കൂടുതൽ ശക്തമാകുമ്പോൾ വാഷിങ്ടൺ അതിനെ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ്റെ സൈന്യത്തോട് ഊഷ്മള വാക്കുകൾ പറയുന്ന ട്രംപ് പോലും ഇവിടെ എന്താണ് അപകടത്തിലായിരിക്കുന്നതെന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്.